ഹലോ എവരിവൺ, SJ ആണ്. ഇംഗ്ലീഷ് എക്സാമിനേഷന് ഫുൾ മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ A+ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നും പല ആൾക്കാർക്കും ഒരു വലിയ പ്രയാസമാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രയാസം എന്ന് പറയുന്നത് ഗ്രാമർ സൈഡാണ്. അപ്പോൾ ഈ ഗ്രാമർ നമ്മൾ എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഒന്നും അറിയാത്ത ആൾക്ക് പോലും ആ മാർക്ക് അങ്ങോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ രസകരമായിട്ട് നമ്മൾ പോലും അറിയാതെ പഠിക്കുന്നതായിരിക്കും ഇനിയുടെ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്ന സീരീസ് ആയിട്ട് വരും നിങ്ങൾക്ക്. സോ അത് മിസ്സാക്കാതെ ഇരിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ എക്സാമിനേഷനും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ടാക്കിൾ ചെയ്യാൻ പോകണം. ഇന്ന് നമ്മളത് പഠിക്കും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ പറയില്ല, ഇപ്പം മലയാളത്തിൽ പറയണ നമ്മൾ പഠിക്കുകയാണ്. ആണോ അല്ലേ? ഈ ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇസിൻറ്റ് ഇറ്റ് അല്ലെങ്കിൽ ആറിൻ്റെ വി എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ, ഇതാണ് എന്താ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ, ഹി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് പോയിന്റ് ഇതാട്ടോ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ടാഗ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ല ആണോ എന്നൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് സാറേ മനസ്സിലാക്കുക? ഒരു സെൻറ്റൻസ് ഇതാ നോക്ക്, ഈ സെൻറ്റൻസ് അല്ലേ, ഒരു സെൻറ്റൻസ് ഇങ്ങനെ പകുതിയിൽ വെച്ച് നിൽക്കുക, എന്നിട്ട് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ ഉറപ്പിക്കാം ഇത് നമുക്ക് എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന്. നമുക്ക് സാധാരണ ഒരു കോൺവെർസേഷൻ തന്നിട്ട് ആ കോൺവെർസേഷൻ്റെ ഇടയ്ക്കായിരിക്കും ഈ സാധനം വരിക അല്ലേ, രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആയിട്ടല്ലേ ഇത് വരാറ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു കോൺവെർസേഷൻ്റെ നടുവിൽ പെട്ടെന്ന് എന്താണ് ഒരാൾ സംസാരിക്കുന്നു, സെൻറ്റൻസ് പകുതി വെച്ച് നിൽക്കുന്നു, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ അതെന്താണ്, അത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് നമ്മളിനി മനസ്സിലാക്കണം. പല ആൾക്കാർക്കും അറിയാവുന്നതാണ് അല്ലേ. സെൻറ്റൻസ് പകുതി വെച്ച് നിൽക്കുന്നു, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ അത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്പർ 1 നിങ്ങൾ പാസ്സായി. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ അതിലെ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. എന്താണ് സാർ ഓക്സിലറി വെർബ്? അറിയാത്തവരുണ്ടാവും. ഡോണ്ട് വറി. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ് പറയാറില്ല, നമ്മൾ ഈസ് അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ വേറ് അല്ലെങ്കിൽ ഡു ഡസ് ഡിഡ് ഇങ്ങനെയുള്ള കുറേ വേർഡ്സ് ഇല്ലേ, ഹാസ് ഹാവ് ഹാഡ് അങ്ങനെ പോകുന്നു. അത്തരത്തിലുള്ള വില്ല് ഷാല് ക്യാനുമേ ഇതൊക്കെയല്ലേ, ഇവരൊക്കെ നമ്മൾ എന്താ വിളിക്കുക, ഓക്സിലറി വേർബ്സ് ആണ് വിളിക്കുക. ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ലോ. ഈസ്, ആറ്, വാസ്, വേറ്, ഡു ഡസ് ഡിഡ് ഹാസ് ഹാവ് ഹാഡ് വില്ല് ഷാല് ക്യാനുമേ ഇങ്ങനെ പറയുന്ന ആൾക്കാരെയാണ് ഓക്സിലറി വേർബ്. ഇവന്മാരാരെങ്കിലും ക്വസ്റ്റ്യനിൽ വന്നിക്കണമെന്ന് നമ്മൾ വേഗം നോക്കുക. യെസ് സാർ, ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ആരാണത്? യെസ്, ഈസ് ആണ് വന്നിട്ടുള്ളത്. ഉടനെ തന്നെ വേഗം നമ്മൾ അയാളുടെ അടുത്ത് കൊണ്ട് എഴുതാം. ആരെ? നമ്മുടെ ഓക്സിലറി വേർബിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻസറിലേക്ക് എഴുതുക. ഓക്കെ, ഈസ് എന്ന് എഴുതി. ഈസ് അല്ലേ ഇവിടെ വന്നത്? എഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ചോദ്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. എന്താ ഈ പോസിറ്റീവ് നെഗറ്റീവ്? ഒന്നുമില്ല. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോയോ നോട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കുന്ന അത്തരത്തിലുള്ള ഒരു വാക്കും ഉണ്ടാവില്ല. നമ്മൾ പറയില്ല ഭയങ്കര നെഗറ്റീവ് ആണ് അവന് അല്ലേ, അത് വേണ്ട, ഇത് വേണ്ട, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ നമ്മൾ നെഗറ്റീവ് എന്ന് പറയാം. അപ്പം നോയോ നോട്ടോ വരുന്ന ആളുകളെയാണ്, സെൻറ്റൻസുകളെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയാം. അപ്പോൾ നോയും നോട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ആക്കുന്ന സെൻറ്റൻസുകൾ, വേർഡ്സ് ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് എന്ന് പറയും. മനസ്സിലായോ? ഈ സെൻറ്റൻസ് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞുകൊണ്ടാ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണോ പോസിറ്റീവ് സെൻറ്റൻസ് ആണോ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഹി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് സാർ. കാരണം അതിൽ നോയോ നോട്ടോ നെവറോ അങ്ങനെ ഒരു നെഗറ്റീവ് ആക്കുന്ന വാക്കുകളും ഇല്ല. അപ്പോൾ അത് പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന ചോദ്യം പോസിറ്റീവ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അത് നോയും നോട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഉത്തരത്തില്, നമ്മൾ ഡാഷ് ഫില്ല് ചെയ്യാൻ പോകുന്ന ഉത്തരത്തില് എന്തുണ്ടാവണം? നെഗറ്റീവ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ സാർ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിലോ, ക്വസ്റ്റ്യൻ ഓൾറെഡി നെഗറ്റീവ് ആണെങ്കിലോ, എന്നാൽ നമ്മുടെ ആൻസർ പോസിറ്റീവ് ആവണം. പോസിറ്റീവ് ആക്കൽ എങ്ങനെയാ നമുക്ക് പറയാം.
അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇതിന് ആലോചിക്കാൻ നിങ്ങളൊരു ബാറ്ററി ആലോചിച്ചാൽ മതി കേട്ടോ. ബാറ്ററി ഇല്ലേ, നമ്മളെ ബാറ്ററി, പെൻസിൽ ബാറ്ററി ഒക്കെ, ആ ബാറ്ററിന്റെ ഒരു തല പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ തല നെഗറ്റീവ് ആവൂലേ? ഇതേപോലെ ആലോചിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു തല പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ തല എന്തായിരിക്കും? നെഗറ്റീവ് ആവും. കത്തിയല്ലോ. മൂന്നാമത്തെ പോയിന്റ് അതാട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുന്നു, ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ ഓക്സിലറി വേർബിന് എടുത്ത് എഴുതുന്നു. മൂന്നാമതായി നമ്മൾ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുന്നു. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ടാഗ് നെഗറ്റീവ് ആക്കണം. എങ്ങനെയാ നെഗറ്റീവ് ആക്കുന്നത് നോക്ക്. ദാ ഒന്നുമില്ല, ഒരു നോട്ട് അവിടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നെഗറ്റീവ് ആയി. ഈസിന്റെ കൂടെ നോട്ട് ചേർത്ത് കൊടുക്കുക. സാറ് നോട്ട് എഴുതിയില്ലല്ലോ, ഷോർട്ട് ഫോം ആണല്ലോ എഴുതിയത്, ഈസിന്റെ എന്നാണല്ലോ എഴുതിയത്. യെസ്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഈസിന്റെ ഷോർട്ട് ഫോം ആണ് എഴുതുക. അപ്പോൾ ഈസിന്റെ എന്ന് വരെയായി. ഇനി എന്താണ്? ഇനി നമ്മുടെ ഈ ഫസ്റ്റ് വന്നൊരാളില്ലേ, സബ്ജക്റ്റ് ആയിട്ട് വന്നൊരാളില്ലേ, അയാളെ പ്രോനൗൺ ആക്കിയിട്ട് ഇങ്ങോട്ട് എഴുതണം. എന്ന് വെച്ചാൽ ഹി എന്ന് തന്നെ എഴുതി. ഹി എന്ന് തന്നെ പ്രോനൗൺ എന്ന് വെച്ചാൽ രവി എന്നാണെങ്കിലും ഹി എന്നാണ് എഴുതുക, സീത എന്നാണെങ്കിലും ഷീ എന്നാണ് എഴുതുക. ക്ലിയർ അല്ലേ? അപ്പൊ പേര് എഴുതരുതെന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഹി എന്ന വേർഡിനെ ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഈസിന്റെ ഹി എന്ന് നമുക്ക് ആൻസറും കിട്ടി. റെഡി അല്ലേ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി വാസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട്. മനസ്സിലൊന്ന് പറഞ്ഞു നോക്ക്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, എന്തായിരിക്കും ആൻസർ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ആദ്യം ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക. യെസ്, സെന്റൻസ് പകുതി വെച്ച് നോക്കുന്നു, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ ഉറപ്പിച്ചു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇനി ഞാൻ അതിൽ ഓക്സിലറി വേർബിനെ തപ്പിപ്പോയി, വേഗം കിട്ടി എനിക്ക് വാസ് ആണ്. ഞാൻ വാസിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതി. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ ഓൾറെഡി നോട്ടുണ്ട് നെഗറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്താവണം? പോസിറ്റീവ് ആവണം. എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പോസിറ്റീവ് ആക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോട്ടും നോയും ഒക്കെ നമ്മളിവിടെ എഴുതണോ? വേണ്ട, ഒന്നും എഴുതണ്ട. അപ്പൊ എന്താ എഴുതിയാൽ മതി? വാസ്. ഇനി ആളാരാ? ഹി അല്ലേ? വാസ് ഹി എന്ന് നമ്മൾ എഴുതിയാൽ മതി. വാസ് ഹി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? അത് മനസ്സിലായിട്ടുണ്ടോ? വാസ് ഹി എങ്ങനെയാണ് വന്നത്? ഈ വാസ് ഓക്സിലറി വേർബ്, ആ ഓക്സിലറി വേർബിനെ ഞാനിവിടെ എടുത്ത് എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ നോട്ട് എന്ന് പറയുന്ന ആളുണ്ട് അല്ലേ? നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താക്കുന്നതാണ്? നെഗറ്റീവ് ആക്കുന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഞാനിവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. നോട്ട് ഇസിൻ്റെന്ന് എഴുതേണ്ട ആവശ്യമില്ല, വാസിൻ്റെന്ന് എഴുതേണ്ട ആവശ്യമില്ല. വാസ് ഇനി ഇയാളെ അടുത്തും കൊണ്ട് കൊണ്ടുവരിക, അയാളുടെ അടുത്തും കൊണ്ട് കൊണ്ടുവരുമ്പോൾ ഹി എന്നായി. വാസ് ഹി എന്നായി നമ്മുടെ ആൻസർ. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. അടുത്തത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കടാ, ഒന്ന് ചെയ്ത് നോക്ക്. എത്ര എണ്ണം കിട്ടി നിങ്ങൾക്കെന്ന് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഈ സെറ്റിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6. ഈ 6 എണ്ണത്തിൽ 6 എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം കിട്ടി? ബൈ 6 ഇട്ടാൽ മതി. എത്ര എണ്ണം കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. യു ആർ മൈ യങ് ബ്രദർ. എന്താണ് ഇവിടെ ഓക്സിലറി വേർബ്? ഓക്സിലറി വേർബ് ആറാണ് അല്ലേ? അപ്പോൾ 6നെ ഞാനെടുത്ത് എഴുതി 6. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്, കാരണം ഇവിടെ നോട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ അതിനെ എന്താക്കി? നെഗറ്റീവ് ആക്കി, 6ന്റെ എന്നാക്കി. ഇനി ഇവിടെ ആരാണ് ഇവിടെ ഉള്ളത്? യു ആണ് നമ്മുടെ സബ്ജക്റ്റ് പൊസിഷനിലുള്ളത്. അപ്പൊ യുവിനെ യു പോലെ തന്നെ എഴുതി. അപ്പൊ സിമ്പിൾ ആണ്, ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സ്നേഹ ഹാസ് ഫിനിഷ്ഡ് വർക്ക്. ഹാസ് ആണ് ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ ഞാൻ പറഞ്ഞതാ അല്ലെ? അപ്പോൾ ഞാൻ വേഗം ഹാസിന് എടുത്ത് ഇങ്ങോട്ട് എഴുതി. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ പോസിറ്റീവ് തന്നെയാണ്. ഇവിടെയും നോയും നോട്ടും അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല, നെവറൊന്നുമില്ല അല്ലേ? അപ്പം ഞാൻ വേഗം ഇതിനെ അതുപോലെ തന്നെ എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഹാസ് ഉണ്ട് എന്നാക്കി, നോട്ടെന്നാക്കി. സ്നേഹ ആയതുകൊണ്ട്, സ്നേഹ എന്ന് പറയുന്നത് ഒരു പേരായതുകൊണ്ട് പ്രോനൗൺ ഉപയോഗിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഷീ എന്നാക്കി. സ്നേഹയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന അവൾ എന്ന് ഉപയോഗിക്കൂലേ, അതാണ് പ്രോനൗൺ. അപ്പോൾ സ്നേഹയ്ക്ക് പകരം ഷീ എന്ന് നമ്മൾ എഴുതി. ഇപ്പോൾ രാജു ആണെങ്കിൽ രാജുവിന് പകരം ഹി എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അടുത്ത് I am not elder to you. ഇതിനകത്ത് നോട്ട് വന്നിക്കണ്. അപ്പൊ നെഗറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതല്ല നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലേ? ആരെയാ നോക്കേണ്ടത്? ഓക്സിലറി വേർബ് ആരാണ്? ആം ആണ്. ആം ഓക്സിലറി ആണ് കേട്ടോ. അതുപോലെ ഈസ് ഓക്സിലറി ആണ് കേട്ടോ. വാസ് ഓക്സിലറി ആണ് കേട്ടോ. വേർ ഓക്സിലറി ആണ് കേട്ടോ. ഇതൊന്നും മറന്നു പോരുതേ. ഓക്കെ, ഇവരൊരു കുടുംബം ആണ്. ഇവരൊറ്റ കുടുംബം. ഇവരെ കുടുംബത്തിന്റെ പേര് ബി കുടുംബം എന്നാ പറയാം. ബി കുടുംബം. ബി എന്ന വേർഡിന്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഇതൊക്കെ. ആം, ഐയുടെ കൂടെയാണ് ആം എഴുതുക നമ്മൾ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക, ആം ഓക്സിലറി വേർബ് ആണ്. അപ്പോൾ ഞാനെടുത്ത് ആമിനെ അങ്ങോട്ട് എഴുതി. ആമിനെ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ കാരണം? നെഗറ്റീവ് ആണെങ്കിൽ എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അതൊന്നും പറയാൻ നോക്ക്. ആം
ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്, നോട്ട് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ആം എഴുതി. പോസിറ്റീവ് ആക്കല്ലേ നമ്മൾ വേണ്ടത്. അപ്പോൾ ഈ ഐനെടുത്ത് അതേപോലെ എഴുതുക. ഐ പ്രൊനൗൺ ആണ്, അപ്പോൾ ഐനെടുത്ത് അതേപോലെ എഴുതി. വേറെ പണിയൊന്നുമില്ല. ആം ഐ ആണ് ആൻസർ. നോട്ട് വന്നതുകൊണ്ടാണ് ആം ഐ വന്നത്. എന്നാൽ അടുത്ത ചോദ്യം നോക്കാം. ഐ ആം യങ്ങർ ദാൻ യു. ഇവിടെയും ആം തന്നെയാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ആം തന്നെയാണ് നമ്മുടെ ഓക്സിലറി വെർബായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ് സാർ. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വന്നിട്ടുണ്ടെങ്കിൽ ആം ക്വസ്റ്റ്യനിലുണ്ട്, ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ശരിക്കും എന്താ എഴുതേണ്ടത്? ഇവിടെ നമ്മൾ പഠിച്ചത് വെച്ചതാണെങ്കിൽ ആമിൻ്റെ ഐ എന്നാണ് എഴുതേണ്ടത് അല്ലേ? ആമിൻ്റെ ഐ എന്നല്ല എഴുതേണ്ടത്. പക്ഷേ ദിസ് ഇസ് റോങ്. ഇത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു വേർഡില്ല. ആമിൻ്റെ ഐ നമ്മൾ പറയില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഏത്? ആറ്. ഓക്കെ, ആറിൻ്റെ ഐ എന്നാണ് നമ്മൾ പറയുക. എന്താണ്? ആറിൻ്റെ ഐ. ഇവിടെ ആറും ഉണ്ട് കേട്ടോ. 5 പേരാണ് അവർ. 5 പേരാണ് ഒരു കുടുംബം. അപ്പോൾ ഈ കുടുംബത്തിലുള്ളവർ ഈ ആമിന് പോകാൻ കഴിയില്ല ഈ കല്യാണത്തിന്. അപ്പോൾ അതുകൊണ്ട് ആര് പോവാണ്? ആറെന്ന് പറയുന്ന അവൻ്റെ സഹോദരനാണ് ഇവിടെ നമ്മൾ ഏടയാൾ. ഒന്നുമില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. ആമിൻ്റെ ഐ എന്നൊരു വേർഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആറിൻ്റെ ഐ എന്നാണ് പറയാം. അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ഒരു A+ ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ആം നോട്ട് എൽഡർ ടു യു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ചോദ്യത്തിൽ ആം ഐ എന്ന് എഴുതി. പക്ഷേ ഇവിടെ പോസിറ്റീവ് ആണ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ആക്കണം ആൻസർ ടാഗ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ ആമിൻ്റെ ഐ എന്നാണ് ശരിക്കും എഴുതേണ്ടത്. പക്ഷേ ആമിൻ്റെ ഐ എന്നൊരു വേർഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആറിനെയാണ് എഴുതുക. വേറെ ഒന്നും എഴുതാൻ പറ്റില്ല കേട്ടോ. ആറിൻ്റെ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ആറിൻ്റെ ഐ. എന്നാൽ അടുത്ത ചോദ്യം. നസ്രു വിൽ നോട്ട് ഡു ഇറ്റ്. നസ്രു ഇസ് എ നെയിം ഓഫ് എ ബോയ്. ഒരു ബോയുടെ പേരാണ്. നസ്രു വിൽ നോട്ട് ഡു ഇറ്റ്. നസ്രു അത് ചെയ്യൂല. ഏതാണ് ഓക്സിലറി വേർബ്? വില്ലാണ് ഓക്സിലറി വേർബ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വില്ലിനെടുത്ത് ഇങ്ങോട്ട് എഴുതി എന്ന് വിചാരിക്കുക. വില്ലു ഈ പറഞ്ഞ പോലെ ആമിനെ കൊണ്ട് പറഞ്ഞ പോലെ ഒരാളാട്ടോ. എന്താണ്? വില്ലെടുത്ത് എഴുതി. പക്ഷേ ഇവിടെ ആൻസർ ക്വസ്റ്റ്യൻ എന്താണ്? നെഗറ്റീവ് ആണ്. നമ്മുടെ ആൻസർ എന്താണ്? പോസിറ്റീവ് ആണ്. നോ ഇഷ്യൂസ്. വിൽ ഹി ആണ് നമ്മുടെ ആൻസർ. നസ്രു പേരായതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹി എന്നാവും. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. വി വിൽ സീ സൂൺ. ഇവിടെയും വില്ല് തന്നെയാണ് ഓക്സിലറി വേർബ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്. ഇവിടത്തെ പോലെ നാലാമത്തെ ചോദ്യം പോലെ ഇവിടെയും എന്താണ്? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വില്ലിന് അതുപോലെ എഴുതിയാൽ ഇപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ പഠിച്ചതുപോലെ ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ പഠിച്ചതുപോലെ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വില്ലിൻ്റെ അല്ലെ, വില്ലിൻ്റെ വി എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ വില്ലിൻ്റെ വി എന്നൊരു വേർഡ് ഇല്ല. അത് റോങ് ഇംഗ്ലീഷ് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതാൻ പറ്റൂല. ഇനി എന്താ നമ്മൾ എഴുതേണ്ടത്? വോണ്ട് എന്നാണ് നമ്മൾ എഴുതുക. ആ വില്ലിൻ്റെ പകരം എന്താ എഴുതുക? വോണ്ട് വി എന്നാണ് എഴുതുക. അപ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഓർത്തു വെക്കേണ്ടത്. ആമിൻ്റെ ഐ എന്ന് നമ്മൾ എന്ത് ചെയ്യൂല? പറയൂല. പകരം നമ്മൾ ആറിൻ്റെ ഐ എന്നാണ് പറയുക. ഓക്കെ, ഇതുപോലെ വില്ലിൻ്റെ ഐ എന്ന് അല്ലെങ്കിൽ യു എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല? പറയൂല. പകരം നമ്മൾ വോണ്ട് യു എന്നാണ് നമ്മൾ പറയുക. വോണ്ട് യു എന്നാണ് നമ്മൾ പറയുക. ഈ 2 കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിലൊരു എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ അത് പഠിച്ചു വെച്ചാൽ A+ലേക്കുള്ള ഒരു കാൽവെപ്പാണ് കേട്ടോ. അപ്പോൾ ആ സീൻ കഴിഞ്ഞു. എന്നാൽ അപ്പോൾ അതിൽ 6 ഔട്ട് ഓഫ് എത്ര കിട്ടി നിങ്ങൾ പറയണം കേട്ടോ. ഇനി എന്നാൽ അടുത്തത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ മാർക്ക് വാങ്ങിക്കണം. 1 2 3 4. ഓക്കെ, ഈ 4 എത്ര കിട്ടി നോക്കണം. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? അടുത്ത് നോക്ക്. അഞ്ജു റൈറ്റ്സ് വെൽ. ദൈവമേ, അഞ്ജു റൈറ്റ്സ് വെൽ. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്താ കാരണം? അത്രയേ ഉള്ളൂ, ഓക്സിലറിനെ ഇതിൽ കാണുന്നില്ല. ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഒരു സെന്റൻസ് പകുതി വെച്ച് നിൽക്കുന്നു, $? പക്ഷേ ഇവിടെ എന്തിനെ കാണുന്നില്ല? ഓക്സിലറി വെർബിനെ കാണുന്നില്ല. സൂക്ഷിച്ചു നോക്കടാ ഉണ്ണി അല്ലേ? ഇവിടെ കാണുന്നുണ്ട്. ആരുണ്ട്? ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഓക്സിലറി വെർബിനെ കാണുന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈസ്, വാസ്, വേർ അങ്ങനെ ആരും ഇവിടെ ഈ സെന്റൻസിലകത്ത് നമുക്ക് കാണുന്നില്ലല്ലോ. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, വേഗം അതിലെ വെർബിനെ നോക്കുക. ഏതാ വെർബ്? റൈറ്റ്സ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വെർബ് അല്ലേ? വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, പ്രവൃത്തി. അപ്പോൾ ഇവിടെ ഏതാണ് പ്രവൃത്തി? റൈറ്റ്സ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ക്രിയ. അപ്പം ഞാൻ വേഗം തന്നെ എന്തിനെടുത്തു? ഈ റൈറ്റ്സിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ എങ്ങ് എടുക്കുക. ഓക്കെ, റൈറ്റ്സ് എന്ന് പറയുന്ന ആളെ ഞാൻ എങ്ങ് എടുക്കുക. അപ്പോൾ ഈ റൈറ്റ്സിനെ നോക്കിയപ്പോൾ ശരിക്കും ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി
ഈ റൈറ്റ്സ് എന്നാണ് ഇത് എഴുതിയുള്ളത്, അല്ലാതെ റൈറ്റ് എന്നല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ റോട്ട് എന്നും അല്ല എഴുതിയിട്ടുള്ളത്. സെറ്റല്ലേ? എന്താണ് റൈറ്റ്സ് എന്നോ ആണ് എഴുതിയിട്ടുള്ളത്, റോട്ട് എന്നോ അല്ലെങ്കിൽ റൈറ്റ് എന്നോ അല്ല എഴുതിയിട്ടുള്ളത്. ഇത് മൂന്നും അതിൻ്റെ രൂപങ്ങളാണ് അല്ലേ. റൈറ്റ്സ് എന്ന് പറഞ്ഞാലേ മക്കളെ, അതിൻ്റെ അകത്ത് ഒരാൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അതിൻ്റെ പേരാണ് ഡസ്. ഓക്കെ, റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അതിൻ്റെ പേരാണ് ഡു. റോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരാൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അയാളുടെ പേരാണ് ഡിഡ്. ഇനി മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ ഉറങ്ങിക്കിടക്കലൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ റൈറ്റ് പ്ലസ് ഡെസ് ആണ് എന്തായി മാറുന്നത്? റൈറ്റ്സ് എന്നായി മാറുന്നത്. അപ്പോൾ റൈറ്റിൻ്റെ ഉള്ളിൽ ഡെസ് കയറുമ്പോൾ റൈറ്റ്സ് ആവും. ഓക്കെ, ഈ എസ് ആണടാ പുറത്തേക്ക് കാണുന്നത്. തടിച്ച ആളാണ് അയാൾ കയറിയപ്പോൾ കുറച്ച് ഭാഗം, ഈ വയറിൻ്റെ ഭാഗമൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് പ്ലസ് ഡു ആണ് എന്താവുന്നത്? റൈറ്റ് തന്നെ ആവുന്നത്. റൈറ്റ് മെലിഞ്ഞാളല്ലേ, അങ്ങോട്ട് കയറിയപ്പോൾ ഫുൾ അങ്ങോട്ട് കയറി. ഡു ചെറിയ മെലിഞ്ഞാളല്ലേ. അടുത്ത നോക്കുക, റോട്ട് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. റോട്ട് പ്ലസ് ഡിഡ്, സോറി റോട്ട് പ്ലസ് ഡിഡ് അല്ല, റൈറ്റ് പ്ലസ് ഡിഡ് അല്ലേ, നല്ല വരാ അല്ലടു. റൈറ്റ് പ്ലസ് ഡിഡ് ആവുമ്പോൾ എന്താവും? യെസ്, റൈറ്റ് പ്ലസ് ഡിഡ് ആകുമ്പോൾ പാസ്റ്റ് ടെൻസ് ആവും. ഡിഡ് പാസ്റ്റ് ടെൻസ് ആണ് റോട്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, പ്ലേ പ്ലസ് ഡിഡ് എന്താവും? പ്ലേഡ് ആവും. പ്ലേ പ്ലസ് ഡിഡ് എന്താവും? പ്ലേഡ് ആവും. ഈ ഡി പുറത്തേക്ക് കാണുന്നുണ്ട്. പ്ലേ പ്ലസ് ഡിഡ് പ്ലേഡ് ആവും. സെറ്റല്ലേ? അപ്പം ഇനി സിമ്പിളായിട്ട് പറയാലോ, ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന്? ഏതാണ് സാർ? എനിക്ക് കിട്ടി, ആൻസർ കിട്ടി. വേഗം ഒന്ന് ചെയ്ത് നോക്ക്. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്ക്. ബാക്കി 4 കിട്ടും. നിങ്ങൾക്ക് ഇനി സിമ്പിളായിട്ട് കിട്ടും. നോക്കടാ എന്താണ്. അപ്പോൾ ഔട്ട് ഓഫ് 4 നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. റൈറ്റ്സ് എന്ന് പറയുന്ന ഈ വേർഡിൻ്റെ അകത്ത് ഡസ് ഉണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. സോ ഞാനിവിടെ ഡസ്സിനെ എഴുതി. അറിയാത്തവരും അറിയുണ്ടോ? ഇതവിടെ നോക്ക്, റൈറ്റ്സിൻ്റെ ഉള്ളിൽ ഡസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആൻസർ ഡസ്സിന് ഞാൻ എഴുതി. ഇനി എന്താണ്? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്, അതൊക്കെ എനിക്കറിയാം. നെഗറ്റീവ് ആക്കണം, എങ്ങനെയൊക്കെ? ഡസ്സിൻ്റെ എന്ന് ചേർത്തു. ഡസ്സിൻ്റെ ആര്? അഞ്ജു ആണ്. അഞ്ജുവിൻ്റെ പേര് പറയാൻ പാടില്ല, ഷീ എന്നാണ് നമ്മൾ പറയാ. ഡസ്സിൻ്റെ ഷീ എന്ന് എഴുതി. സംഭവം സിമ്പിൾ അല്ലേ? എന്നാൽ അടുത്തൊന്ന് പറഞ്ഞു നോക്ക്. രേവതി ഡാൻസ് ഡുവലിൽ ഓക്സിലറി ഇല്ല. അപ്പം ഞാൻ വേഗം വെർബ് നോക്കി. ഏതാണ് ഇവിടെ വെർബ് സാർ? ഇതാ ഡാൻസ്ഡ് ആണ് വെർബ്. ഡാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ പ്ലേഡ് എന്ന് പറഞ്ഞതുപോലെ അല്ലേ? ഡാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേഡ് എന്ന് പറഞ്ഞ പോലെ അല്ലേ? അപ്പോൾ നമുക്ക് ഡാൻസ്ഡ് എന്ന് പറയുന്നതിൽ ഡി അല്ലേ? എന്തുണ്ട്? ഡിഡ് ഉണ്ട്. അപ്പോൾ ഡിഡ്. ഇനി പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കണം. ഡിഡിൻ്റെ. രേവതി നമ്മൾ പറയൂല, ഷീ എന്നേ പറയുള്ളൂ. ഡിഡിൻ്റെ ഷീ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദേ വർക്ക് ഹാർഡ്. ഇതിനകത്ത് ഓക്സിലറി വേർബ് ഇല്ല. വെർബ് നോക്കിപ്പോയപ്പോൾ കണ്ടതാരെയാണ്? വർക്കിനെയാണ്. ജോലി ചെയ്യുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് ഈ റൈറ്റ് പോലെയാണ് അല്ലേ? വർക്ക്സ് എന്നല്ലല്ലോ. വർക്ക്സ് ആയിരുന്നെങ്കിൽ ഡസ് ആണ്. വർക്ക്ഡ് എന്നാണെങ്കിൽ ഡിഡ് ആണ്. ഇവിടെ വർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ് വരിക? യെസ്, ഡു ആണ് നമ്മുടെ ആൻസർ വരിക അല്ലേ? ഇവിടെ നോക്ക്, ഡു ആണ് ആൻസർ വരിക. അപ്പോൾ ദേ വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കി ഡോണ്ട് എന്നാക്കി. ഇനി ഈ ദേനെ ഞാൻ ഇതേപോലെ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതി. എന്താണ്? ഡോണ്ട് ദേ എന്ന് നമുക്ക് ആൻസറും വളരെ സിമ്പിളായിട്ട് ആൻസറും കിട്ടി. റെഡിയല്ലേ? എന്നാൽ അടുത്ത ആ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളൊന്ന് പെട്ടെന്ന് നോക്കിക്കേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഷീ കെയിം ലേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വേർബ് കെയിം ആണ്. കെയിം എന്ന് പറഞ്ഞാൽ കം എന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി അല്ലേ? കം ഉണ്ടെങ്കിൽ ഡു ആയിരിക്കും, കംസ് ഉണ്ടെങ്കിൽ ഡസ് ആയിരിക്കും. കെയിം എന്ന് പറയുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എന്താണ്? ഡിഡ് ആണ്. അപ്പോൾ ഡിഡ് ഇവിടെ എഴുതി. സെറ്റല്ലേ? അപ്പോൾ ഡിഡ് ഇവിടെ എഴുതി. ഇനി ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നോ ഇൻ നോട്ട് ഒന്നും ഇല്ല. അപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇവിടെ നെഗറ്റീവ് ആക്കണം എന്ന് വെച്ചാൽ നോട്ട് ചേർക്കണം. നോട്ട് നമ്മൾ ചേർക്കാറില്ല, ഷോർട്ട് ഫോം ആണ് ചേർക്കാറ്. ഡിഡിൻ്റെ ആര്? ഷീ തന്നെ. ഷീ എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ 4 ഔട്ട് ഓഫ് 4 കിട്ടിയ ആൾക്കാർ ഉണ്ടെങ്കിൽ കമൻറ്റ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിടികിട്ടിയിട്ട് ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരണം. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതി തരണം. ഓക്കെ, ഐ ടീച്ച് ഇംഗ്ലീഷ്, ഐ ടീച്ച് ഇംഗ്ലീഷ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്തായിരിക്കുമെന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന ഏതെല്ലാം ഗ്രാമറാണ് വേണ്ടത് എന്നതും കൂടെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യുകയാണെങ്കിൽ ഞാനത് അടുത്ത ക്ലാസ്സിൽ അതുമായിട്ട് വന്നിട്ട് നമുക്ക് എക്സാമിനേഷന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും വേണം പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.